ഈശ്വരോട് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ പാസ്റ്റർമാരായിരുന്നാലും പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും ഒക്കെ ഉള്ള ഒരു ട്രെൻഡാണ്. എന്താ? ബൈബിൾ നോക്കി വചനം വായിക്കത്തില്ല. സഭായോഗത്തിൽ കയറി നിന്നും സഭയുടെ ആലയത്തിനകത്തും എന്താണ് പറയുക, വിശ്വാസികളും പാസ്റ്റേഴ്സും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ലാപ്ടോപ്പ് നോക്കി മൊബൈൽ നോക്കി ബൈബിൾ വചനം വായിക്കുക. ഞാൻ പറയട്ടെ, ഒരിക്കലും ഈ ബൈബിൾ വചനം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സാന്നിധ്യം, ദൈവിക സാന്നിധ്യം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കാറുണ്ട്. അതൊരിക്കലും ഈ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും തോണ്ടുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അതിൽ കൂടി വായിക്കുന്ന വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കത്തില്ല. അതിനാൽ അതുമാത്രമല്ല, മൊബൈൽ നോക്കി ലാപ്ടോപ്പ് നോക്കി ഈ ബൈബിൾ വചനം വായിക്കുന്നത് കർത്താവിന് ഹിതകരമായ കാര്യവുമില്ല, കർത്താവിന് ഇഷ്ടമല്ല, അത് ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യമാണ്. ആമേൻ. അതിനാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഈ മൊബൈൽ നോക്കി ലാപ്ടോപ്പ് നോക്കി സഭായോഗത്തിൽ കയറി നിന്ന് ആലയത്തിനകത്ത് നിന്ന് വചനം വായിക്കുന്ന പരിപാടി നിർത്തുക. നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിനെയും മൊബൈലിനെയും കർത്താവ് തൊടും. ആമേൻ എന്നരുളി ചെയ്യുന്നു. അങ്ങനെ തൊട്ടാൽ നിങ്ങൾക്ക് കരയാനേ നേരം കാണും. ആമേൻ. ഇനി കർത്താവ് പറയുന്നു, ഒരാൾക്ക് എന്താണ് പറയുക, വീട് വേണം, വാഹനങ്ങൾ വേണം. എന്നാൽ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ വാഹനങ്ങൾ വാങ്ങുന്ന പരിപാടി നല്ലതല്ല. ആമേൻ. നമുക്ക് ആവശ്യത്തിന് ഫോൺ വേണം. എന്നാൽ അതിനുവേണ്ടി 2, 3, 4 ലക്ഷം രൂപ മുടക്കുന്നത് ശരിയായ രീതിയല്ല, കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. ആമേൻ. അതിനാൽ നിങ്ങൾ ഇങ്ങനെ പണം ചെലവാക്കി ദൂർത്തടിച്ച് ആഡംബരം കാണിച്ച് ജീവിക്കുന്നതിന് പകരം ആ കാശ് ആഹാരമില്ലാത്തവന്, വസ്ത്രമില്ലാത്തവന്, വീടില്ലാത്തവന് കൊടുക്കാൻ കർത്താവ് അരുളി ചെയ്യുന്നു. ഇല്ലെങ്കിലോ നിങ്ങളെ സാമ്പത്തികത്തെ കർത്താവ് തൊടുമെന്ന് അരുളി ചെയ്യുന്നു. എന്ന് വെച്ചാൽ അതിനെ കൊള്ളയടിക്കാൻ മറ്റൊരു കള്ളനെ ദൈവം നിയോഗിക്കുമെന്നാണ് അരുളി ചെയ്യുന്നത്. ആമേൻ. പിന്നെ എന്താണ് പറയുക, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വചനം, നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുക, വിശ്വസിക്കുക, കർത്താവിന് മുമ്പാകെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. കാപഢ്യം പാടില്ല, കപടമുള്ള ഹൃദയം പാടില്ല. കാരണം ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ആമേൻ. ശരീരത്തെ നോക്കുന്നില്ല, ഈ ജഡശരീരത്തെ കർത്താവ് നോക്കുന്നില്ല, കാണുന്നില്ല. കർത്താവ് നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മാത്രമാണ്. അപ്പം ആ ഹൃദയത്തിൽ കാപഢ്യം ഉണ്ടായാൽ കർത്താവിൽ നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ അനുഗ്രഹവും പ്രാപിക്കാൻ സാധ്യമല്ല, ഒരു കൃപയും ലഭിക്കത്തില്ല. പകരം നിങ്ങൾ ഈ തുടക്കത്തിൽ കുറച്ച് മേലോട്ട് കയറി അങ്ങ് പോകും. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ ഈ കാപഢ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് ദൈവത്തോട് നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ മേലെ ഏറിപ്പോയവർ കീഴെ വരും. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.